പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല നേടിയ PR ശ്രീജേഷിന് 2 കോടി പാരിതോഷികം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ശാരദാ മുരളീധരനെ അടുത്ത ചീഫ് സെക്രട്ടറിയാക്കാനും തീരുമാനമുണ്ടായി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, PR ശ്രീജേഷിന് 2 കോടി പാരിതോഷികമാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്? സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ വേഗത്തിലാണ് PR ശ്രീജേഷിന് ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 കോടി രൂപയാണ് അദ്ദേഹത്തിന് പാരിതോഷികമായി നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. 26-ാം തീയതി PR ശ്രീജേഷിന് തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്വീകരണമുണ്ട്. അദ്ദേഹം നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം PR ശ്രീജേഷിന് പാരിതോഷികം നൽകുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വൈകിപ്പോയതിനെ കുറിച്ചൊക്കെ പരാതികൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആ പതിവിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന് പാരിതോഷികമായി 2 കോടി രൂപ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു പാരിതോഷികമായി സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഒപ്പം മറ്റു ബഹുമതികൾ പിന്നാലെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമായി പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഈ മാസം 31-ന് സ്ഥാനം ഒഴിയും. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുകയാണ്. ശാരദാ മുരളീധരൻ ഇപ്പോൾ പ്ലാനിംഗ് ചീഫ് സെക്രട്ടറിയാണ്. നിലവിൽ ഇപ്പോൾ 2 പേരും സർവീസിലുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു തീരുമാനം മന്ത്രിസഭ എടുക്കാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ ഈ വയനാട് ദുരന്തത്തിന്റെയൊക്കെ പേരിൽ ഈ തീരുമാനം വൈകി പോവുകയായിരുന്നു. ഇത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ശാരദാ മുരളീധരനെ അടുത്ത ചീഫ് സെക്രട്ടറിയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ 1212 സ്കൂളുകൾ, അതായത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ 1212 സ്കൂളുകളിലേക്കുള്ള 2325 അധ്യാപക അനധ്യാപക തസ്തികകൾക്ക് അനുമതി സർക്കാർ നൽകിയിരിക്കുന്നു. 2023 ഒക്ടോബർ മുതൽ ഇതിന് അംഗീകാരം ലഭ്യമാകും. നേരത്തെ തന്നെ സ്കൂളുകളിൽ ഇത്തരം അധ്യാപക അനധ്യാപക തസ്തികകൾക്ക് സർക്കാർ അംഗീകാരം നൽകാത്തത് വലിയ തരത്തിലുള്ള പരാതികൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത്തരത്തിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒപ്പം ഓണക്കിറ്റ് വിതരണത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് 34 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകിയിരിക്കുന്നത്. 13 ഇനങ്ങൾ അടങ്ങിയ കിറ്റ് 5,99,000 പേർക്ക് വിതരണം ചെയ്യാനാണ് നിലവിലെ തീരുമാനം. ഇതിനുള്ള നടപടിക്രമങ്ങളും സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രാഥമിക ചിലവുകൾക്കായിട്ട് 34 കോടി രൂപ സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. വ്യക്തമാണ്. PR ശ്രീജേഷിന് 2 കോടി പാരിതോഷികമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ബഹുമതികളും ഉടൻ തന്നെ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധിക തസ്തികകൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ 1212 സ്കൂളുകളിലായി 2325 അധ്യാപക അനധ്യാപക തസ്തികകൾക്കാണ് സർക്കാർ അനുമതി നൽകിയത്. അതുപോലെ തന്നെ ഓണക്കിറ്റ് വിതരണത്തിന് സപ്ലൈക്ക് 34 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച കാര്യവും കൂടി മന്ത്രിസഭാ യോഗത്തിൽ